السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وسلم صلوات ربي وسلامه عليه ما دامت السماوات والأرضون. اللهم صل وسلم وبارك عليه عدد كلماتك ومداد كلماتك وعدد معلوماتك، صلاة وسلاما دائمين متلازمين إلى أبد الآبدين وسرمد الداهرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. صدق الله العلي العظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ മജ്ലിസ് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ കഴിഞ്ഞ ഉടനെയുള്ള സൂറയാണ് സൂറത്തുൽ നൂർ. ഈ സൂറ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കതബ ഇലാ അഹ്ലിൽ കൂഫ, കൂഫക്കാരായ ആളുകളിലേക്ക്. കൂഫ അന്ന് ഇസ്ലാമിന്റെ ആസ്ഥാനമാണ്. ഇറാഖിലാണ് കൂഫ. അത് ഇസ്ലാമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അന്ന് കൂഫയാണ്. അവിടെ ഇരിക്കുന്ന അവിടുത്തെ ഗവർണർമാർക്ക് ഉമർ റളിയല്ലാഹു അൻഹു രേഖാമൂലം അറിയിച്ചു കൊടുത്തു, അല്ലിമു നിസാഅക്കും സൂറത്തുൻ നൂർ, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങൾ അതറിയണം. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്.
ഇതിനെ സംബന്ധിച്ച് മഹാനായ മുത്തവല്ലി ശഅറാബി റഹ്മഹുള്ള പറയുന്നത്, മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും പ്രകാശപൂരിതമായി പറഞ്ഞു നൽകപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൻ നൂർ. സുബ്ഹാനല്ലാഹ്. 64 ആയത്തുകളുള്ള ഒരു സൂറയാണ്. ഒരുപാട് നിയമങ്ങൾ, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലെ സോഷ്യൽ ഡിസിപ്ലിൻ, സാമൂഹികമായ അച്ചടക്കം പഠിപ്പിക്കുന്ന സൂറയാണിത്. അതുമാത്രമല്ല, മനുഷ്യരാശിയെ അല്ലാഹു ആദരിച്ചത്, ബഹുമാനിച്ചത് മനുഷ്യന്റെ ചാരിത്രം സൂക്ഷിക്കുന്നതിലൂടെയാണ്. ആ ചാരിത്രശുദ്ധിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു തന്ന സൂറയാണ്. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത്. വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ച ഒരു സൂറയാണ് ഈ സൂറത്തുൽ നൂർ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളിത് പഠിക്കണം. ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറയാണിത്. ഈ സൂറത്തിലെ 35-ാമത്തെ ആയത്തിലായി വരുന്നു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. കുട്ടികൾ, ഉമ്മമാർ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാരെ ഏൽപ്പിക്കണം. കുട്ടികളെ താഴെ കൊണ്ടുകൊടുത്താൽ അതായിരിക്കും സൗകര്യം. രക്ഷിതാക്കൾ മക്കൾ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ മക്കളെ താഴേക്ക് നിങ്ങളുടെ കൂടെ ഇരുത്തായിരിക്കും ഒന്നുകൂടെ സഹോദരിമാർക്കൊക്കെ സൗകര്യമെന്ന് മനസ്സിലാക്കാൻ. ഇൻഷാ അല്ലാഹ് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇത്രമേൽ പ്രാധാന്യമേറിയ ഒരു വിഷയം മറ്റൊന്നില്ല. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ വ്യഭിചാരത്തിന്റെ കെടുതികൾ പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഗുരുതരമായ പര്യവസാനം വിവരിച്ചുകൊണ്ടാണ് അല്ലാഹു സൂറത്ത് തുടങ്ങുന്നത്. ഇതിൽ മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയും ഹബീബിന്റെ ഭാര്യയുമായിരുന്ന ആ മഹദി അവറുകൾ നിരപരാധിയാണെന്നും ശുദ്ധയാണെന്നും പരിശുദ്ധയാണെന്നും അല്ലാഹു 11 ആയത്തുകളിലൂടെ മിൻ ഫൗഖി സബ്ഇ സമാവാത്ത് കപടവിശ്വാസികളായ ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചും ഇങ്ങനെ ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയപ്പോ അതിന് വളരെ ഗുരുതരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് പ്രതികരിച്ച ഒരു സൂറയാണ് സൂറത്തുൻ നൂർ. വ്യഭിചാര ആരോപണം നടത്തുന്നതിന്റെ ഗുരുതരമായ, അതിന്റെ ഏറ്റവും അപകടകരമായ വശം ഈ സൂറത്ത് വിവരിക്കുന്നുണ്ട്. സൂറത്ത് തുടങ്ങുന്നത് തന്നെ അസ്സാനിയത്തു വസ്സാനി, 2-ാമത്തെ ആയത്ത് തന്നെ അതാണ്. വ്യഭിചാരം വസാഅ സബീൽ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് എത്രയും മോശമാണ്, അത് മ്ലേച്ഛമാണ്. വസാഅ സബീല, അത് പൈശാചികമാണ്. അതിന്റെ ശിക്ഷ ഇസ്ലാമിൽ ഗുരുതരമാണ്. വ്യഭിചരിച്ച ആൾ വിവാഹിതനാണോ അല്ലയോ, വിവാഹിതയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണ് ശിക്ഷയുടെ രീതി മാറുന്നത്. വിവാഹിതയാണെങ്കിൽ നിക്കാഹിലൂടെ നിക്കാഹ് ചെയ്യപ്പെട്ട ഒരു പെണ്ണോ നിക്കാഹ് ചെയ്തിട്ടുള്ള ഒരു പുരുഷനോ ആണെങ്കിൽ അങ്ങനത്തെ ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ അർറജും, മരിക്കുന്നതുവരെ എറിയണം എന്ന ശിക്ഷയാണ്, എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ കാരുണ്യവുമായി വന്ന ദീനാണ് ശരീഅത്തുൽ ഇസ്ലാം. ദീനിന്റെ കാഴ്ചപ്പാടുകൾ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് കാരുണ്യവാനാണ് നബിയെ, ലോകത്തിന് കരുണയാണെന്ന്. പക്ഷേ
ഇവിടെ പറയുന്നു അവരെ എറിഞ്ഞു കൊല്ലണം, അവരെ അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്ന വിഷയത്തിൽ ലവലേശം നിങ്ങൾക്ക് ദയാവായ്പ തോന്നേണ്ടതില്ല, ലവലേശം നിങ്ങൾക്ക് കാരുണ്യം തോന്നേണ്ടതില്ല. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, ഇത് അള്ളാഹുവിന്റെ പ്രോസിക്യൂഷനാണ്. അള്ളാഹു തആല അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കുമ്പോ ഇവിടെ മറ്റൊന്നും വേണ്ട, ഇവിടെ കാരുണ്യം വേണ്ട, കാരുണ്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വിഷയമാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സമൂഹത്തെ, വിശിഷ്യ നമ്മുടെ ചെറുപ്പക്കാരികളെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവാഹിതരല്ലെങ്കിൽ ജൽദു 100 വതജ്രീദു ആം, 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാട്ടിൽ കണ്ടുപോകരുത്, അവരെ നാട്ടിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് നാട് കടത്തണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. വിവാഹിതയല്ലാത്ത ആളുകളാണ് വ്യഭിചരിച്ചത് എങ്കിൽ. ഇത്രയും ഗുരുതരമായ ശിക്ഷ ദുനിയാവിലാണ്. ആഖിറത്തിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു, ഒരു കൂട്ടം ആളുകളെ, നഗ്നന്മാരായ ആളുകൾ, വസ്ത്രമില്ലാതെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരെയും അല്ലാഹു തആല നരകത്തിന്റെ ഒരു കണ്ടെയ്നർ, ഒരു പാത്രം പോലെ വലിയൊരു കണ്ടെയ്നർ തീ കൊണ്ട് നിറച്ച്, ആ തീയിന്റെ ഉള്ളിൽ വെന്തുരുകി ആർത്തു നിലവിളിച്ച് കരയുന്ന ഒരു കൂട്ടം പുരുഷന്മാരും സ്ത്രീകളും. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ല. ആ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗത്തേക്ക് അടിയുന്ന തീയെന്ന് പൊക്കുമ്പോ ഇവരൊന്നാകെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് വരും. നോക്കുമ്പോ അതിന്റെ ഒരു ബോട്ടിനെക്കാണ്, പുറത്തു കിടക്കാൻ പറ്റൂല. തീയെന്ന് താഴുമ്പോ പിന്നെയും താഴോട്ട്, പിന്നെയും നിലവിളിച്ച് മേലോട്ട് പൊങ്ങാൻ, കയറി വരാൻ കഴിയുന്നില്ല, പുറത്തു കിടക്കും. അതിന്റെ ഉള്ളിൽ അല്ലാഹു വളരെ ഗൗരവമായി ശിക്ഷിക്കുന്ന രംഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോഴാണ് ചോദിച്ചത്, യാ ജിബ്രീൽ മൻ ഹൗലാ, ഇത് ആരാണ്? റൂഹുൽ ഖുദ്സിനോട് ചോദിച്ചു, ഇത് ആരാണ്? ഹുമുസ്സുനാത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വ്യഭിചരിച്ചിരുന്ന ആളുകളാണവർ, വ്യഭിചാരികളായിരുന്നു അവർ, വേശ്യാവൃത്തി ചെയ്ത ആളുകളാണിവർ. ഇവരെ അല്ലാഹു ഇவ்விதം അനന്തമായ കാലം വരെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് കണ്ണുകൊണ്ട് കണ്ട ശിക്ഷയാണത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഗുരുതരമായ ഒരു ശിക്ഷ ഇസ്ലാം നടപ്പാക്കുമ്പോ അത്തരം ഒരു ചതിയിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലേ, അതിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള എല്ലാ വഴികളും വിവരിച്ചിട്ടുള്ള ഒരു സൂറയാണ് സൂറത്തുൻ നൂർ. വസ്ത്രവിധാനത്തിലെ അച്ചടക്കം. ഒരു പെണ്ണിനെ ആരെയൊക്കെ കാണാം, ഒരു പുരുഷന് ആരോടൊക്കെ സംസാരിക്കാം, ഒരു പെണ്ണിനെ വാപ്പയുടെ മുമ്പിലുള്ള വസ്ത്രരീതി എന്താണ്, ഒരു പെണ്ണിനെ ഭർത്താവിന്റെ മുമ്പിലുള്ള രീതി എന്താണ്, ഒരു പെണ്ണിനെ തന്റെ ഭാര്യ സഹോദരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാവതാണോ, സംസാരിക്കാവതാണോ, ഇങ്ങനെ തുടങ്ങി വളരെ മൈന്യൂട്ടായ വിഷയം. ഇങ്ങനെ പോയാൽ നമ്മുടെ വീട്ടിലെ മക്കൾ പോലും വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ, അല്ല ഉമ്മയുടെയോ വാപ്പയുടെയോ റൂമിലേക്ക് കടക്കുമ്പോ വാതിൽക്കൽ മുട്ടി സമ്മതം ചോദിച്ചിട്ടേ കടന്നു വരാവൂ, സലാം പറഞ്ഞിട്ടേ വീട്ടിലേക്ക് കടക്കാവൂ എന്ന് തുടങ്ങുന്ന ചർച്ചകളാണ് ഈ സൂറത്തുൻ നൂറിലുള്ളത്. അത്ഭുതമാണ്. നമ്മളൊക്കെ, നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്ത സൂറയാണിത്. ചെറിയ മക്കൾ, കൊച്ചുമക്കളാണെങ്കിൽ പോലും 3 സമയം അവർ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ റൂമിലേക്ക് കടക്കുമ്പോ അവർ സമ്മതം ചോദിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, മനോഹരമാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ലിയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും, നിങ്ങളുടെ അടിമകൾ, ഒന്നുമില്ല, അടിമ സമ്പ്രദായമില്ല. വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും, നിങ്ങളിൽ പ്രായപൂർത്തിയായിട്ടില്ലാത്ത മക്കളും പ്രായപൂർത്തിയായിട്ടില്ലാത്തവരും
3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. വീട്ടിലെ വേലക്കാരാണ്, സെർവൻസാണ്, പിന്നെ പ്രായപൂർത്തിയെത്താത്ത മക്കൾ 3 പ്രാവശ്യം അവരും സമ്മതം ചോദിക്കണം. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന റൂമിലേക്ക്, ഉമ്മയുടെയോ വാപ്പയുടെയോ റൂമിലേക്ക് വരുന്ന മക്കൾ അവരെ സമ്മതം ചോദിക്കണം. വഹീന തളഊന തിയാബകും മിനദ്ദഹീറ, ഉച്ചനേരത്ത് നിങ്ങൾ വസ്ത്രമഴിച്ച് വിശ്രമിക്കുന്ന സമയത്തും. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും റൂമിലേക്ക് കയറുകയാണെങ്കിൽ തള്ളിത്തുറന്നു വരരുത്, സമ്മതം ചോദിക്കണം. സലാസു ഔറാത്തിൻ ലക്കും, ഇത് നിങ്ങളുടെ 3 ഔറത്തുകളാണ്, നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളാണ്. ലൈസ അലൈക്കും ജുനാഹുൻ വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, ഈ സമയങ്ങളല്ലെങ്കിൽ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും വരാം. വസ്ത്രമെങ്ങാനും ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകാനിടയുള്ള ഒരു കുട്ടിയെങ്ങാനും ഔറത്ത് അവിചാരിതമായി കാണാൻ സാധ്യതയുള്ള പ്രായപൂർത്തി എത്താത്ത മക്കളോട് അല്ലാഹുവിന്റെ ആജ്ഞയാണ് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഡോറ് മറക്കെ തുറന്നു കിടക്കരുതെന്നർത്ഥം. തള്ളി തുറന്ന് അവർ സ്വന്തമായി തുറന്നു വരേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഇനി എങ്ങാനും അങ്ങനെ ഉറപ്പില്ലാത്ത ഡോറുകളാണെങ്കിൽ സമ്മതം ചോദിച്ചിട്ടേ കടന്നു വരാവൂ. ആര്? പ്രായപൂർത്തിയാകാത്തവർ. ഈ 3 നേരം. പ്രായപൂർത്തിയായവരോ എപ്പോഴും. ഇതൊക്കെ സൂറത്തുൻ നൂറിലെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. നമ്മൾ പറയും ഖുർആൻ അള്ളാന്റെ ജീവിതമാണ്, ഖുർആനാണ് ഇസ്ലാം, ഖുർആനാണ് ദീൻ, ഖുർആനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഈ സംസ്കാരങ്ങളൊക്കെ എവിടെയാണ്? സുബ്ഹാനല്ലാഹ്. طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. പിന്നെ വീട്ടിലേക്ക് വരുന്ന അച്ചടക്കം പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൻ നൂർ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ഈമാനുള്ളവരെ, നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരാളിന്റെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നതുവരെയും, നിങ്ങൾ അവരോട് സലാം പറയുന്നതുവരെയും നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. സൂറത്തുൻ നൂർ 27. നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കടക്കരുത്. ഹത്താ തസ്തഅനിസു, 2 പ്രയോഗം വന്നിട്ടുണ്ട്. തസ്തഅദിനു എന്ന് മറ്റൊരായത്തിൽ, ഇവിടെ തസ്തഅനിസു. തസ്തഅദിനു എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ. നിങ്ങളും നിങ്ങൾക്ക് കാണൽ അനുവദിക്കപ്പെട്ട ആളുകളും മാത്രമുള്ള ഒരിടത്തേക്കാണെങ്കിൽ സമ്മതത്തിന്റെ ആവശ്യം, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് കടക്കാം. എന്നാലും ചില മര്യാദകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. പക്ഷേ ജ്യേഷ്ഠന്റെ വീടാണ്, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അനിയന്റെ വീടാണ്, എളാമ്മയുടെ വീടാണ്, മാമന്റെ, അമ്മാവന്റെ, സുഹൃത്തിന്റെ, അങ്ങനെ പോകുന്നു. തസ്തഇനിസു, എന്താണ് പ്രയോഗം? ഈനാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഇൻസ് എന്ന് പറയാം. നമ്മളൊക്കെ ഇൻസാനാണല്ലോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻസ്, ആശ്വാസം കിട്ടും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കണം. അതിന് കോമൺ സെൻസേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ സ്വഭാവം അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളൊരു ഭാരമല്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ചില വിഷയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്കുണ്ട് ഇഷ്ടം, പക്ഷെ അയാൾ വരുന്നത് വീട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് മനുഷ്യൻ സെൻസ് ചെയ്യണം, മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ കോമൺ സെൻസ് വേണമെന്ന് പറയാം. ഹത്താ തസ്തഇനിസു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നത് വരെയും മാത്രം മതിയോ? വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ
വീട്ടുകാരോട് സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത്, അങ്ങോട്ട് ചെല്ലരുത്. സലാം പറയാതെ കിടക്കരുത്. ബെല്ലടിക്കുക, ഡോർ തുറക്കുക, കിടക്കുക. ആരുമില്ല, അടുക്കള വരെ എത്തിയിട്ടുണ്ടാവും. ചെന്നുപോയാൽ സുബ്ഹാനല്ലാഹ്, ഹറാമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ലംഘനമാണത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ സൂറത്തുൻ നൂറിൽ പടച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ അള്ളാഹിന്റെ നിയമം എന്ന് നമ്മൾ തോന്നിപ്പോകും. എത്ര മൈന്യൂട്ടാണോ ശരീഅത്തിന്റെ വിഷയങ്ങൾ. അതെ, അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഇത് പഠിപ്പിക്കണം, നമ്മുടെ മക്കൾ കേൾക്കണം, നമ്മുടെ പെൺമക്കൾ ഇത് പഠിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് നിയമങ്ങൾ. വീട്ടിൽ കിടക്കുന്നത്, വസ്ത്രം മാറുന്നത്, വസ്ത്രം ആരുടെ മുമ്പിൽ അവർ കഴിച്ചു വെക്കാം, ഏതാണ് ഔറത്ത്, ഇങ്ങനെ ബഹുഭൂരിഭാഗം ഒരു സമൂഹത്തിന്റെ സോഷ്യൽ ഡിസിപ്ലിൻ, മോറൽ ഡിസിപ്ലിൻ ഇത് പഠിപ്പിക്കുന്ന സൂറയാണ്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ, ഇൽമ് നമുക്ക് ഉപകാരപ്പെടുത്തുമാറാകട്ടെ, അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ വന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത്. അല്ലാഹു തന്ന അല്ലാഹുവിന്റെ സസ്റ്റനൻസ് ഇതൊക്കെ അല്ലാഹു തന്നതാണ്. ഇവിടെ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കോഡ് ഓഫ് ലോ ഷുഡ് ഫോളോ ഇറ്റ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. സൂറത്തുൻ, ഇതൊരു സൂറയാണ്. അൻസൽനാഹ, നബിയേ ഇതങ്ങേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. വഫറദ്നാഹ, ഇത് നിയമമായി നാം നിശ്ചയിച്ചിരിക്കുകയാണ്. വഅൻസൽനാ ഫീഹാ ആയാതിൻ ബൈനാത്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നാം ഇതിൽ ഇറക്കി തന്നിട്ടുണ്ട് നബിയേ. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ നല്ല ഓർമ്മയുള്ളവരായി ജീവിക്കാൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരാൻ അള്ളാഹു പറഞ്ഞുതരാൻ. ലഅല്ലഹും തദക്കറൂ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. ആദ്യത്തെ വിഷയം, الزانية والزاني فاجلدوا كل واحد منهما 100 جلدة. الزانية വ്യഭിചരിച്ച പെണ്ണ്, വസ്സാനി വ്യഭിചരിച്ച പുരുഷനും, ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ, അതിൽ ഓരോരുത്തരെയും അടിക്കണം. 100 ജൽദത്തിൽ 100 വീതം അടി അവരടിക്കണം. ولا تأخذكم بهما رأفة في دين الله, അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ലവലേശം കാരുണ്യം തോന്നേണ്ടതില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഈ നിയമം നടപ്പാക്കാൻ നിങ്ങൾക്ക് വിഷമം തോന്നേണ്ടതില്ല. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അതുമാത്രമോ വൽയശ്ഹദ് അദാബഹുമാ, ഇവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ കാണാൻ സാക്ഷികളാവണം. ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ നിയമം നടപ്പാക്കാവൂ എന്ന് ശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? അല്ലാഹുവേ, സിന എന്ന ആ കബീറത്തിൽ നിന്ന് അല്ലാഹു നമുക്കാക്കുമാറാകട്ടെ. ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയാ, അന്ന സിന ഹറാമുൻ വഹുവ മിനൽ കബായിർ, അത് കബീറത്താണ്, വൻദോഷങ്ങളിൽപ്പെട്ട ദോഷമാണ്. പിശാച് ഉദ്ദേശിക്കുന്നതും മനുഷ്യനെ കൊണ്ട് വ്യഭിചരിപ്പിക്കാനാണ്. സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് അല്ലാഹു അപ്രോച്ച് ചെയ്യരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിലേക്ക് ചെന്ന് അടുത്ത നേരം, അതിന്റെ പഴം ഭക്ഷിച്ച നേരം ആദ്യം സംഭവിച്ചത് പിശാച് ഉദ്ദേശിച്ചതും അവരുടെ നഗ്നത ഒഴിവാക്കാനാണ്. ഫബദത് ലഹുമാ സൗആതുഹുമാ, സുബ്ഹാനല്ലാഹ്. ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ അവരുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രം നീങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ചെടികളുടെ അതിന്റെ ഇലകളെടുത്ത് ആദം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ നാണം മറക്കാൻ ഒരുങ്ങി.
രണ്ടുപേരും. നാണം മറക്ക എന്നത് മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു വെച്ച ഒരു ഇൻസ്റ്റിങ്ക്ട്, അത് അങ്ങനെ ഒരു ബോധം എല്ലാ മനുഷ്യർക്കുമുണ്ട്. സുബ്ഹാനല്ലാഹ്. നഗ്നത കാണിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതിപരമായ മനുഷ്യന്റെ സ്വഭാവത്തിന് എതിരാണ്. നമ്മൾ ശുദൂദ് എന്ന അറബിയിൽ പറയാം, അത് ശുദൂദാണ്. അള്ളാഹു മനുഷ്യനെ പഠിച്ച അഭിമാന ബോധമുള്ള ആളായിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഈ ദീന് പോലെ, ഇസ്ലാം പോലെ ചാരിത്രം സൂക്ഷിക്കണം എന്ന് പറയുന്ന മറ്റൊരു ദീൻ ലോകത്തില്ല. പിശാച് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ടോട്ടൽ അനാർക്കി, ഇവിടെ അരാജകത്വം ഉണ്ടാകണമെന്നാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. പിശാച് തുടങ്ങിവെച്ചതും അതാണ്. അത് പക്ഷേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയുമാണ്. അവരുടെ വസ്ത്രം അഴിഞ്ഞു, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പോലും ഉടനെ തന്നെ വസ്ത്രമണിയുകയാണ്. അള്ളാഹു മനുഷ്യനെ പടച്ചവൻ എന്ന് പറഞ്ഞു. രണ്ട് വിഷയം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാ തജൂഅ ഫീഹ, നിങ്ങൾക്ക് വിശക്കേണ്ടതില്ല. വലാ തഅറ, നഗ്നത കാണിക്കേണ്ടതുമില്ല. വസ്ത്രം, ഭക്ഷണം, ഇത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുള്ള വഴി അള്ളാഹു തരും. നാണം മറക്കാൻ വഴിയില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. പിശാച് മനുഷ്യനോട് പറയുകയാണ്, നീ നാണം വെളിവാക്കണം, പൈശാചികതയെ ചിന്തിപ്പിക്കണം, മനുഷ്യന്റെ വീക്ക്നെസ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, എന്നിട്ട് വ്യഭിചാരത്തിലേക്ക് പോകണം, ജനങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകണം. ഇത് പിശാചിന്റെ ലക്ഷ്യമാണ്. അള്ളാഹു ഈ സമൂഹത്തെ കാക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അന്ത്യനാളിനോടടുക്കുന്ന സമയം എന്റെ സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു വരും. വ്യഭിചാരം വർദ്ധിക്കും, ക്രമാതീതമായി വർദ്ധിക്കും. മുഹ്സനാത്തായ പെണ്ണുങ്ങളെ കാണാനില്ലാത്ത അവസ്ഥ വരും. ചാരിത്രശുദ്ധിയുള്ളവർ. അല്ലാഹു തആല മനുഷ്യന്, പുരുഷന് പ്രോപ്പർ കമ്പാനിയനായിട്ട് അല്ലാഹു പടച്ചതാണ് പെണ്ണിനെ. മനുഷ്യനുള്ള പ്രോപ്പർ കമ്പാനിയൻ അത് പെണ്ണാണ്, പുരുഷന് സ്ത്രീയാണ്. അത് അല്ലാഹുവിന്റെ നാമത്തിൽ നിക്കാഹ് ചൊല്ലി അല്ലാഹുവിനെ മുൻനിർത്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടവർ, മനുഷ്യന്റെ വൈകാരികമായ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു ഹലാലായ വഴികൾ വെച്ചിരിക്കെ അതിനെ മറികടക്കുന്നവർ അല്ലാഹുവിന്റെ നിയമത്തെയാണ് മറികടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, ഏറ്റവും വലിയ പാപം ഏതാണ് നബിയേ? ഏറ്റവും വലിയ പാപം ഏതാണ്? ഖാല, തങ്ങൾ പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണല്ലോ നിന്നെ പടച്ചത്, ആ പടച്ച തമ്പുരാനോടുകൂടെ മറ്റു ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നത്, ശിർക്ക് ചെയ്യൽ. ثم അയ്യു, പിന്നെ ഏതാണ് നബിയെ? ഖാല വഅൻ തഖ്തുല വലദക ഖശിയത അൻ യഅകുല മഅക, നിന്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുന്നത് അബോർഷൻ ചെയ്യലാകാം, അല്ലാതെയാകാം. കുഞ്ഞിനെ കൊന്നുകളയുന്നത് ഖശിയത അൻ യഅകുല മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ച് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ, നിനക്ക് ദാരിദ്ര്യം വരുമെന്നോ നാണക്കേട് വരുമെന്നോ കരുതിയിട്ട് നിന്റെ കുഞ്ഞിനെ കൊല്ലൽ അല്ലാഹുവിന് ശിർക്ക് കഴിഞ്ഞാൽ വലിയ പാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ ഐ, പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അൻ തസ്നിയ ബിഹലീലതി ജാരിക്, നിന്റെ അയൽപക്കക്കാരന്റെ ഭാര്യയെ നീ വ്യഭിചരിക്കൽ ഏറ്റവും വലിയ പാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം തന്നെ പാപമാണ്, പക്ഷേ അത് സ്വന്തം അയൽപക്കത്തെ, നെക്സ്റ്റ് ഡോർ, ഏറ്റവും കൂടുതൽ ജാറ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയൽപക്കം എന്ന് പറഞ്ഞ കുടുംബ ബന്ധത്തോളം പുണ്യമായ ഒരു ബന്ധമാണ്. സ്നേഹവും സൗഹാർദ്ദവും വേണം അല്ലാഹുവിന്റെ ദീനിന്റെ പരിധിയിൽ, അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, മദാല ജിബ്രീൽ യുസ്വിനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയുവരിഫുനി. ഇബ്രാഹിം പറയാ, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ മരിച്ചാൽ
എന്റെ സമ്പത്തിൽ പോലും അയൽപക്കക്കാരന് അനന്തരാവകാശമുണ്ടാകുമോ എന്നുപോലും ഞാൻ വിചാരിച്ചു. അത്രക്ക് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വസ്തത തകർക്കപ്പെടുകയാണ്. അൻതസനിയ ബിഹലീലതി ദാലിക്, അയൽപക്കക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കാന്ന് പറഞ്ഞത് വ്യഭിചാരത്തിൽ ഏറ്റവും ഗൗരവമുള്ള വ്യഭിചാരമാണ്, ഏറ്റവും കടുത്ത ശിക്ഷയുള്ള വ്യഭിചാരമാണ്. എന്തേ? ഒന്ന്, അമാനത്തവിടെ അള്ളാഹു നിശ്ചയിച്ചൊരു വിശ്വസ്തത അത് കാത്തു സൂക്ഷിച്ചില്ല. മറ്റൊന്ന്, വലിയൊരു കബായിർ നടന്നു, അതും സ്വന്തം വീടിന്റെ പരിസരത്ത്, സ്വന്തം അരികത്ത്, സ്വന്തം അയൽപക്കക്കാരനോട് ചെയ്ത വഞ്ചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഫഅൻസലല്ലാഹു തആല തസ്ദീഖഹാ, സൂറത്തുൽ ഫുർഖാനിലെ 68-ാമത്തെ ആയത്ത് ഇറങ്ങുന്നു. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞവരാരാണ്? والذين لا يدعون مع الله إلها آخر, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധന അവർക്ക് ഇല്ലേ ഇല്ല. ولا يقتلون النفس التي حرم الله إلا بالحق, അല്ലാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെയും വധിക്കാത്തവർ, അല്ലാഹു പവിത്രമാക്കിയത് വധിക്കാത്തവർ. ولا يزنون, അവർ വ്യഭിചരിക്കാത്തവരും ആണ്, അവർ വ്യഭിചരിക്കാത്തവരാണ്. ഇത് മുഅ്മിനിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് വിചാരത്തിന്റെ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ ഒരു ഭൂചലനത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ജസീറത്തുൽ അറബിൽ നടക്കുന്ന ഭൂചലനം അല്ലേ? ലോകമെമ്പാടും ഖസ്ഫും ബിൽ മശ്രിഖി വ ഖസ്ഫും ബിൽ മഗ്രിബ്, പാശ്ചാത്യ നാടുകളിലും പൗരസ്ത്യ നാടുകളിലും വലിയൊരു ഭൂകമ്പം നടക്കും. ഭൂമി പിളർന്നിട്ട് അതിനുള്ളിലേക്ക് ആളുകൾ വീഴുന്ന അവസ്ഥ. നഗരങ്ങളും പട്ടണങ്ങളും വലിയ ഗർത്തത്തിലേക്ക് വീഴ, അങ്ങനത്തെ അപകടം നടക്കും നാളിന്റെ മുമ്പ്. അത് മാത്രമോ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും ഒരു ഖസ്ഫ് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, നബിയേ, യാ റസൂലല്ലാഹ്, യഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, നല്ലവരും മോശക്കാരും ഒക്കെ പെട്ടുപോകുമെന്ന് പറയുന്ന ഈ അപകടം നടക്കുമ്പോ നബിയെ, സ്വാലിഹീങ്ങളായ ആളുകൾ ഇങ്ങനെ അവരൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ സംഭവിക്കോ? മക്കയാണല്ലോ അല്ലാഹുവിന്റെ ഹറം, മദീന അല്ലാഹുവിന്റെ ഹറമാണ്. ഈ രണ്ട് ഹറമയിൽ നിലകൊള്ളുന്ന രാജ്യങ്ങൾ അടക്കമുള്ളതാണ് അറേബ്യൻ പെനിൻസുല. ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെ രാജ്യങ്ങളായി? സൗദി അറേബ്യ, യമൻ, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖിന്റെ ചെറിയൊരു ബോർഡർ പരിസരം, ഇവിടെ നിങ്ങോട്ട് ഈ നിൽക്കുന്ന അറേബ്യൻ പെനിൻസുല, ജസീറത്തുൽ അറബിൽ ഒരു വലിയ ഭൂമി പിളരുന്നൊരു അപകടം നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടക്കാതെ ഖിയാമത്ത് നടക്കൂല എന്നാണ്. ഖിയാമത്തിന് മുമ്പ് അത് നടക്കും. കാശിബി റളിയല്ലാഹു അൻഹു വേദനിച്ചു പറഞ്ഞു, നബിയേ, സ്വാലിഹീങ്ങൾ ഉണ്ടാവൂലേ, അവരൊക്കെ പെട്ടുപോകൂലേ? നമ്മൾ പറഞ്ഞെന്താ? ഹദീസ് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നടക്കും, ഇദാ ഫശാ ഫീഹിമുൽ ഖുബ്സ്, വ്യഭിചാരം എന്റെ ഉമ്മത്തിൽ വർദ്ധിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും പെട്ടുപോകുന്ന അപകടം വരും. സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, പിന്നെ പരലോകത്ത് അല്ലാഹു പുനർജന്മം കൊടുക്കുമ്പോ തെറ്റ് ചെയ്യാത്തവർക്ക് നാളെ ശിക്ഷല്ല, പക്ഷേ ഇവിടെ ശിക്ഷയിൽ പെട്ടുപോകും. എല്ലാവരും പെടും, സ്വാലിഹീങ്ങളും അല്ലാത്തവരും പെടും. എപ്പോഴാണത് നടക്കുക? വ്യഭിചാരം എന്റെ സമൂഹത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ജസീറത്തുൽ അറബ് ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ പറഞ്ഞു, ഇവിടെ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കുക എന്ന വിഷയം ഇനി പിശാചിന് ഹോപ്പില്ല, പിശാചിന് പ്രതീക്ഷ പോലുമില്ല, പിശാച് നിരാശനാണ്. ഇവിടെ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ഇലാഹിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥ ജസീറത്തുൽ അറബിൽ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായിരിക്കും, പക്ഷേ നിങ്ങളിലൂടെ ഫിത്ന പിശാച് ചെയ്യും, നിങ്ങളുടെ പിശാച് ഫിത്ന വരുത്തും. കാക്കണം, ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ അപകടം വരുത്തിവെക്കാൻ അവസരം ഒരുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വ്യഭിചാരത്തിലൂടെ സംഭവിക്കുന്നത് 3
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവങ്ങൾ 6 അപകടങ്ങൾ വരും. 3 ദുനിയാവിലാണ്, 3 ആഖിറത്തിലാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യാ മഅ്ശറൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുസ് സിന, വ്യഭിചരിക്കരുത്. ഫഇന്ന ഫീഹി 6 ഖിസാൽ, 6 കാര്യങ്ങൾ അതിനെ തുടർന്ന് വരും. 3 ഫി ദുനിയ വ 3 ഫിൽ ആഖിറ, 3 ദുനിയാവിലാണ്, 3 ആഖിറത്തിലാണ്. അമ്മല്ലത്തി ഫി ദുനിയ ഫയദ്ഹിബുൽ ബഹാ, മനുഷ്യന്റെ മുഖത്തെ ഒരു പ്രസന്നത അത് കെടുത്തിക്കളയും. അത് വ്യഭിചാരികൾക്ക് അല്ലാഹു നൽകൂല. വ്യഭിചരിക്കുന്ന ആളിന്റെ മുഖത്ത് നിന്ന് അല്ലാഹു തആല ബഹാ, മുഖത്തിന്റെ ഒരു ശോഭ അതെടുത്തു കളയും. അത് ഒരു ക്രീം കൊണ്ട് തേച്ചാലും കിട്ടൂല. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു ബഹാ ആണ്. അത് നഷ്ടപ്പെടും. ആ വെളിച്ചം അല്ലാഹു കെടുത്തിക്കളയും. തങ്ങൾ പറയാം. പിന്നെ പറഞ്ഞു വയൂരിസുൽ ഫഖറ, ഉറപ്പാൻ വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വരും. വ്യഭിചാരം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ദാരിദ്ര്യം വരും. എത്ര വലിയ സുഖത്തിൽ ജീവിച്ച ആളുകളാണെങ്കിലും അല്ലാഹു തആല സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി ദാരിദ്ര്യം രുചിപ്പിക്കാതെ അല്ലാഹു മരിപ്പിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഈ പശ്ചാത്താപം കൃത്യമായി അല്ലാഹു തആല നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള തൗബ നടന്നില്ലെങ്കിൽ അപകടമാണ്. അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഇത്തരം ആളുകൾക്ക് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും കടുത്ത കൈപ്പിനീരിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുപോകും. ബറക്കത്തുണ്ടാവില്ല ജീവിതത്തിൽ, ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. വയുൻഖിസുൽ ഉമർ, ആയുസ് ചുരുങ്ങും. അല്ലാഹു ചുരുക്കും അവരുടെ ആയുസ്. അവർക്ക് ദുനിയാവിൽ നിൽക്കാൻ അധിക സമയം അല്ലാഹു വിടില്ല. അവരുടെ ആയുസ് ചുരുക്കും. സുബ്ഹാനല്ലാഹ്. ലോകത്ത് വഴിവിട്ട് ജീവിക്കുന്ന ആളുകൾ ഉള്ള രാജ്യത്ത് വർഷാവർഷം വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കുറച്ചൊക്കെ ദൂരം ഇവിടെയൊക്കെ ഒരുപാട് വന്നു നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യക്കാർ. എന്താ എല്ലാ വർഷവും വെള്ളപ്പൊക്കം? ഇങ്ങനെയുണ്ടോ അല്ലാഹു തആല ശിക്ഷിക്കുന്നത്? എല്ലാ വർഷവും ഐലൻഡുകളാണ്, ദ്വീപുകളാണ്. പക്ഷേ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളില്ലാതെ പോകുന്ന വർഷങ്ങളില്ല. എന്റെ ജീവിതത്തിന്റെ രീതി അങ്ങനെയാണ്. വ്യഭിചാരം മുഖമുദ്രയാക്കിക്കൊണ്ട് നടന്നവരാണ്. ഇത് പൈശാചികമാണ്. പിശാചുദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. വഅമ്മല്ലത്തി ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് വരുമ്പോ ഫസഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ കോപം അവർക്കുണ്ട്. വസൂഉൽ ഹിസാബ്, ഏറ്റവും മോശമായ ഹിസാബ് അല്ലാഹു അവർക്ക് കൊടുക്കും. വഅദാബുൻ നാർ, ഇതിന്റെ കപ്പുറം നരകത്തിന്റെ ശിക്ഷയുമാണ് അവർക്ക് കിട്ടാൻ പോണത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. തഖിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കി തരൂ നബിയെ, എന്നെ ശുദ്ധിയാക്കി തരൂ. തങ്ങൾ ചോദിച്ചു, ഫീ മിമ്മ ഉതഖിറുക യാ മാഇസ്, ഞാൻ എങ്ങനെയാണ് മാഇസെ നിങ്ങളെ ശുദ്ധിയാക്കേണ്ടത്, എന്താണ്? പറഞ്ഞു, നബിയെ ഞാൻ സനൈതു, വ്യഭിചരിച്ചു പോയി നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം തിരിച്ചു. തങ്ങൾക്കിത് കേൾക്കാൻ വയ്യ. മുഖം തിരിച്ചു. വ്യഭിചരിച്ചു എന്നോ? തങ്ങൾ മുഖം തിരിച്ചപ്പോ തങ്ങൾ അടുത്തൊക്കെ തിരിച്ചു. അവിടെ വന്ന മായിതങ്ങൾ പറഞ്ഞു, നബിയെ എന്നെ ശുദ്ധിയാക്കി തരണം, നബിയെ എന്നെ ശുദ്ധിയാക്കി തരണം. സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് നബിയെ. തങ്ങൾ പറഞ്ഞു, ലഅല്ലഹാ ഖുബ്ല ഔ മസ്സ, നിങ്ങൾ ആ പെണ്ണിനെ തൊട്ടതായിരിക്കും, അല്ലെങ്കിൽ ചുംബിച്ചതായിരിക്കാം, വ്യഭിചാരമായിരിക്കില്ല മായിസെ. അല്ല നബിയെ, ഒരാൾക്ക് നിക്കാഹിലൂടെ ഹലാലാക്കി കൊടുത്തത് അല്ലാഹു എന്താണോ അത് ഞാൻ ഹറാമിലായി ചെയ്തു പോയി നബിയെ, എന്നെ ശുദ്ധിയാക്കി തരണം. നബി മുഖം തിരിച്ചു. പിന്നെയും ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങോട്ട് മുഖം തിരിച്ചു. അവിടെ വന്ന് പറഞ്ഞു. പിന്നെ ഇഖ്റാറും ബിസ്സംബ്, ഒരു പാപം സമ്മതിക്കൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. 4 സാക്ഷികൾ വേണം. പിന്നെ അല്ലെങ്കിൽ കുറ്റം ചെയ്തയാൾ സ്വയം സമ്മതിക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണ് നമ്മൾ ഈ പറയുന്നത്. ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ എറിഞ്ഞു കൊല്ലപ്പെട്ടെങ്കിലേ അല്ലാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കൂ എന്നില്ല. അങ്ങനെയല്ല. അല്ലാഹുവിന്റെയും ആ മനുഷ്യന്റെയും ഇടയിൽ അങ്ങനെ ഒരു പാപം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുലേക്ക് താനുകേണ് കരഞ്ഞുകൊണ്ട് അല്ലാഹുലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങി ഒരുപാട് നന്മകൾ ചെയ്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം, അതിന് പകരം ചെയ്യണം.
അങ്ങനെയെങ്കിൽ അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്, അല്ലാഹു പുറത്തു തരും. പക്ഷേ അത്തരമൊരു കുറ്റം കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ, ഇസ്ലാമിന്റെ കാവലിക്ക് മുമ്പിലേക്ക് എത്തിയാൽ ഇതാണ് ശിക്ഷ. വ്യഭിചരിച്ചവർ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടണം, അല്ലെങ്കിൽ 100 വീതം അടിക്കപ്പെടണം. മാഇസ റളിയല്ലാഹു അൻഹു വന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാഇസേ, ഇതിന്റെ ശിക്ഷ എന്താണെന്നറിയുമോ? അർറജും, എറിഞ്ഞു കൊല്ലലാണ് ഇതിന്റെ ശിക്ഷ. അദ്ദേഹം വിവാഹിതനാണ്, പക്ഷെ അങ്ങനെ പറ്റിപ്പോയി, എറിഞ്ഞു കൊല്ലലാണ് ശിക്ഷ. അതറിയാം നബിയെ, അറിയാം നബിയെ, തൗബ ചെയ്ത് മടങ്ങാനും അറിയാം. പക്ഷേ എങ്ങാനും മാഇസിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കാതെ വന്നാൽ നാളെ ഇതിനു വേണ്ടി അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷ വാങ്ങാനുള്ള കെൽപ്പ് മാഇസിനില്ല നബിയേ. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നോളൂ റസൂലേ, ഞാനത് സഹിക്കാം. പക്ഷേ അല്ലാഹു റഹീമാൻ, ഒരിക്കൽ ഒരു പാപത്തിന് ശിക്ഷിച്ചാൽ അതേ പാപത്തിന് രണ്ടാമതുള്ള ശിക്ഷിക്കൂല. അല്ലാഹു റഹീമാൻ. ഉമ്മത്തി ഉമ്മത്തും മർഹൂമ, നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഉമ്മത്ത് റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്താണ്. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറത്തൈൻ, 2 പ്രാവശ്യം ഒരു കുറ്റത്തിന് അല്ലാഹു ശിക്ഷ നൽകൂല. ദുനിയാവിൽ ശിക്ഷ അനുഭവിച്ചാൽ ആഖിറത്തിലില്ല. അതുകൊണ്ട് മാഇസ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തതാണ്. വന്ന് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മഹാനവരുടെ ഈമാൻ അങ്ങനെയാണ്. എങ്ങനെ എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഇസ്ലാമിന്റെ ഈ നിയമങ്ങളൊക്കെ ഇത്തിരി കടുപ്പായിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ നിയമങ്ങളെങ്ങാനും പ്രാവർത്തികമായി നടപ്പാക്കിയാൽ ലോകത്ത് അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുമോ? ഇംപോസിബിൾ, നടക്കൂല. മോഷണം ചെയ്യുന്ന ആളുകൾ റുബുഅ ദീനാർ, 1 ദീനാറിന്റെ 4 വിലമതിക്കുന്ന സാധനം മോഷണം ചെയ്താൽ കൈ മുറിക്കപ്പെടണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. കാരണങ്ങളുണ്ട്. ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ള ചെയ്തതാണ്, നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെയൊന്നല്ലാതെ മോഷണമായ ഒരാൾ ചെയ്താൽ ആ മനുഷ്യന്റെ കൈ മുറിക്കപ്പെടണമെന്ന, അത് കണ്ടാൽ മോഷണം എന്ന സംഗതി ഇവിടെ നടക്കും. അള്ളാഹ്ക്കറിയാം മനുഷ്യന്റെ മെന്റാലിറ്റി എന്താണ്. നമ്മൾ പറയും ഹ്യൂമൻ സൈക്കോളജി ഡീൽ ചെയ്യണം. അങ്ങനെ വല്ല സൈക്കോളജി കൊണ്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാൻ സന്നദ്ധരാണ്. ഇല്ലല്ലോ. ഏതെങ്കിലും ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയ ശിക്ഷാമുറകളിൽ പാപങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യല്ലാതെ വർദ്ധിച്ചു വരല്ലേ, ടെൻഡൻസി കൂടല്ലേ പാപങ്ങൾ ചെയ്യാനുള്ളത്. ഇസ്ലാമിന്റെ നിയമം അതല്ല, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് ആ ശിക്ഷ നടപ്പാക്കപ്പെടുന്ന ആളുകൾക്ക് കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്. ബാക്കിയുള്ളവർക്ക് അത് പാഠവുമാണ്. മാഇസ റളിയല്ലാഹു അൻഹുവിനെ എറിയാൻ പറഞ്ഞു. സഹാബികളൊക്കെ എറിഞ്ഞെന്താണ് ഭയങ്കര സംഭവല്ലേ. സഹാബികൾ എറിഞ്ഞ് ഒരുപാട് ഏറുകൊണ്ടതിന്റെ ശേഷം മാഇസ റളിയല്ലാഹു അൻഹു ഓടി, വേദന കൊണ്ട് ഓടി. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ വന്ന് പറഞ്ഞു, നബിയേ, മാഇസ റളിയല്ലാഹു അൻഹു ഓടിപ്പോയിരിക്കുന്നു. ഓടിപ്പോയതല്ല, മാഇസ റളിയല്ലാഹു അൻഹു നബിന്റെ ഹദറത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ ചോദിച്ചു, മാഇസ എന്താണ്? ഒന്നുമില്ല നബിയേ, ഞാൻ വേദന കൊണ്ട് ഓടിയതാണ്. ഇനി എന്നെ ശിക്ഷിക്കണം. എനിക്കൊരു കുഴി കുഴിച്ചിട്ട് എന്റെ കാലിന്റെ മുട്ടുവരെ അതിൽ മൂടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നു കൊടുക്കാൻ ഒരുക്കമാണ് നബിയേ. ആണ് സ്വഹാബികൾ. സുബ്ഹാനല്ലാഹ്. മാഇസ റളിയല്ലാഹു അൻഹു നിന്നുകൊടുത്ത് സ്വഹീഹുൽ ബുഖാരിക്ക് ഉദ്ധരിച്ച സംഭവമല്ലേ. അങ്ങനെയാണ് ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ഒരു സ്വഹാബിയുടെ ഒരു ഏറിലാണ് ബഹുമാനപ്പെട്ടവർ അവസാനത്തെ ശ്വാസം വലിക്കുന്നത്. അപ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം മറ്റൊരു സ്വഹാബിയുടെ വസ്ത്രത്തിലേക്കായിരുന്നു. എന്തോ ഒരു വെറുപ്പുള്ളൊരു വാക്ക് ആ സ്വഹാബി അങ്ങനെ പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ ശാസിച്ചു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇന്ന മാഇസൻ ലതാബ തൗബതൻ, മാഇസ റളിയല്ലാഹു അൻഹു തൗബ ചെയ്തിട്ടുള്ള ആ ഒരു തൗബ ലൗ വസ്അ അലാ അഹ്ലിൽ മദീനതി ലകഫതുഹും, മദീനക്കാരായ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്താൽ അവരോരോരുത്തർക്കും അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ മാത്രം കനമുള്ള തൗബ മാഇസ ചെയ്തിട്ടുണ്ട് സ്വഹാബ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാനായ സ്വഹാബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ നിയമം നടപ്പാക്കിയിട്ടുണ്ട്, സ്വഹാബികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്നില്ലേ, എന്താണ് തെറ്റ് സംഭവിച്ചു എന്ന് സ്വാഭാവികമാണ്. പക്ഷേ
ആ തെറ്റിനെ ധൈര്യപൂർവ്വം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ശിക്ഷ സ്വീകരിക്കുകയാണ്. എന്താണത്? എന്താണ് ഈമാൻ? ഇവരോടൊന്നും നമുക്ക് ലവലേശം വെറുപ്പ് തോന്നരുത്. സുബ്ഹാനല്ലാഹ്, റാമിദിയായ പെണ്ണ് വന്ന് നബിയോട് വന്ന് സമ്മതിച്ചതാണ്. പിടിച്ചോണ്ടൊന്നതല്ല, സ്പൈ ചെയ്തതല്ല, നേരെ വന്ന് പറഞ്ഞു, ഇന്നീ ഹുബ്ലാ മിനസ്സിന, നബിയെ ഞാൻ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയാണ്, നബിയെ എനിക്ക് ഗർഭമുണ്ട്, വിചാരത്തിലാണ്. ആ റസൂൽ എന്താ പറഞ്ഞത്? പൊയ്ക്കോളൂ, നിങ്ങൾ പോയിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് വരീന്ന് പറഞ്ഞു. പോയി. അവർക്കറിയാം നബി പറഞ്ഞു കൊടുത്ത ശിക്ഷ ഇതാണെന്നറിയുമോ? അറിയാം നബിയെ, ദുനിയാവിൽ വെച്ച് വാങ്ങാൻ ഒരുക്കമായി വന്നതാണ് നബിയെ, നാളെ അല്ലാഹുവിന്റെ നരകം എനിക്ക് വേണ്ട നബിയെ, ഞാൻ വരാം. ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ചു. പ്രസവിച്ച ചോരപ്പൈതലുമായി വന്നു. ഏതാനും ദിവസങ്ങളായപ്പോ വന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക്, നബിയെ എന്നെ ശിക്ഷിക്കണം. പറഞ്ഞു, ചോരക്കുഞ്ഞല്ലേ, കൊച്ചു പൈതലല്ലേ, അതിനെ നിങ്ങൾ മുലയൂട്ടി. ആ കുഞ്ഞ് മുല കുടിച്ച് മുലപ്പാലല്ലാതെ മറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോ നിങ്ങൾ കൊണ്ടുവരും. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പെണ്ണ് ഈ മഹദി പേടിച്ച് പരവശയായി ഭയവിഹുലയായി ഈ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ കഴിയാൻ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കുഞ്ഞിന്റെ കയ്യിൽ ഒരു ഒറ്റക്കഷ്ണം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു പറഞ്ഞു, നബിയെ എന്റെ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനുള്ള പ്രായക്കായി കഴിഞ്ഞു, കുട്ടി ഭക്ഷണം കഴിക്കും, ഉമ്മ വേണമെന്നില്ല, നബിയെ എന്നിൽ അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പാക്കി തരൂ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈമാൻ? ഫറജമൂഹ, അങ്ങനെ റാമിദി വംശത്തിൽപ്പെട്ട ഈ പെണ്ണ് റജ്മിനാൽ വധിക്കപ്പെട്ടു എന്ന് സഹീഹായ ഹദീസുകളിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലും സഹാബികളും ഈ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ നിയമം പ്രാബല്യത്തിലുള്ളതും വാക്കുകൾ നസ്ഖ് ചെയ്യപ്പെട്ടതുമായ ആയത്താണ് ആയത്തുർ റജ്മ്. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു. അശ്ശൈഖു വശ്ശൈഖതു ഇദാ സനയാ ഫർജുമൂഹുമൽ ബർഅൽ ബത്ത. വ്യഭിചാരിയായ പുരുഷനും സ്ത്രീയും അവർ വിവാഹിതരാണെങ്കിൽ മരിക്കുന്നതുവരെ അവരെ എറിയുക തന്നെ വേണമെന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സ്വഹാബികൾ ഓതിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാമ ഫഹമിദല്ലാഹ്, ഒരു ദിവസം ഖുതുബ നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദ്, ഖുതുബ നിർവഹിക്കുക. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്നല്ലാഹ ബഅത മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹഖ്, അല്ലാഹു മുഹമ്മദ് നബി തങ്ങളെ ഹഖ് കൊണ്ട് നിയോഗിച്ചിരിക്കുകയാണ്. വഅൻസല അലൈഹിൽ കിതാബ്, അല്ലാഹു തആല അവന്റെ ദസ്തൂർ, അല്ലാഹുവിന്റെ നിയമം, പരിശുദ്ധ കലാം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഫകാന ഫീമാ ഉൻസില അലൈഹി, നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട ആയത്തുകളിൽ ആയത്തുർ റജ്മി, എറിഞ്ഞുകൊല്ലുക എന്ന ആയത്ത് ആ ഖുർആനിൽ ഉണ്ടായിരുന്നു. ഖുർആനിൽ അല്ലാഹു തആല നസ്ഖ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ചില നിയമങ്ങൾ അല്ലാഹു അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിയമങ്ങളെ മാറ്റും. മദ്യപാനത്തെ സംബന്ധിച്ച് അങ്ങനെ ആയത്തുണ്ട്, പലിശയെ സംബന്ധിച്ചുള്ള ആയത്തുകൾ അങ്ങനെയുണ്ട്. അത് മനസ്സിലാക്കാൻ അതിന്റെ സീക്വൻസ്, അത് എപ്പോഴിറങ്ങി എന്നതിന്റെ കൃത്യമായ ക്രമം മനസ്സിലാക്കാതിരുന്നാൽ ആശയം മനസ്സിലാവാതെ പോകും. നിങ്ങൾ പലിശ ഇരട്ടിക്കിരട്ടിയുമായി വാങ്ങിക്കരുതെന്ന് ആദ്യം പലിശയെ സംബന്ധിച്ച് ഇറങ്ങുന്ന ആയത്ത്. അത് ഇപ്പൊ നോക്കിയിട്ട് ഇരട്ടിക്കിരട്ടി വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇരട്ടിക്ക് വാങ്ങാലോ എന്ന് പറയാൻ അർത്ഥം വെക്കാം. മദ്യപാനത്തെ സംബന്ധിച്ച് ആയത്തിറങ്ങിയിട്ട് അല്ലാഹു വമിൻ തമറാത്തിൻ നഖീൽ വൽ അഅനാബ് തത്തഖിദൂന മിൻഹു സകറൻ വറിസഖൻ ഹസന എന്നുണ്ട്. നിങ്ങൾ ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നും അല്ലാഹു മോശമൊന്നും പറയുന്നില്ലല്ലോ. ഇത് ആദ്യമായി മദ്യപാനത്തിനെ സൂചിപ്പിക്കാൻ ഇറങ്ങിയ ആയത്താണ്. മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നൊരായത്ത് വരുന്നുണ്ട്, എന്താണ്? ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. നിസ്കരിക്കാൻ വരുമ്പോ കള്ളുകുടിച്ച് വരരുത്, നിങ്ങൾ പറയുന്നതും ഓതുന്നതും എന്താണെന്ന് ബോധിക്കുന്നത് വരെ നിസ്കരിക്കാൻ വരുമ്പോ കള്ളുകുടിക്കരുത്.
അപ്പുസ്താദങ്ങൾ എന്തിനാ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്ന നിസ്കരിക്കുമ്പോൾ കൊടുക്കരുതെന്നല്ലേ ഉള്ളൂ എന്നൊരാൾക്ക് ചോദിക്കാം. ഇത് മൻസൂഖാൻ, ഇത് നസ്ഖ് ചെയ്യപ്പെട്ട, ക്യാൻസൽ ചെയ്യപ്പെട്ട ആയത്തുകളാണ്. അതിന്റെയൊക്കെ ശേഷം വന്ന ആയത്താണ് നിയമം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. കള്ളും ചൂതാട്ടവും ഒക്കെ പൈശാചികമാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണോ അത് ഉപേക്ഷിച്ചേ പറ്റൂ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. നിർത്തുന്നുണ്ടോ? പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെ. ആ ആയത്താണ് ഈ വിഷയത്തിൽ അവസാനത്തെ ആയത്ത്. അത് ഖുർആൻ പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. നേരെ പരിഭാഷ നോക്കിയാൽ ഓരോ ആയത്തൊന്നും നിയമെടുക്കാൻ നിന്നാൽ തെറ്റിപ്പോകും. അങ്ങനെ അള്ളാഹുവിന്റേതായ ഒരു ഹിക്മത്തിന് വേണ്ടി അള്ളാഹു ഇത് ചെയ്യുക. അതിൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഓതുന്ന ആയത്താണ്, പക്ഷെ അതിന്റെ നിയമം പ്രാബല്യത്തിലില്ല. ആയത്തുണ്ട്, ഓതിയാ കൂലി കിട്ടും. ഈ ആയത്ത് റജ്മ് ഇത്തിഫാഖുൽ ഉലമ, അജ്മഅലെ ഉലമാഇന്റെ ഇജ്മാഅാണ്. ആ നിയമം പ്രാബല്യത്തിലുണ്ട്, പക്ഷെ ഈ ആയത്ത് ഖുർആനിലില്ല. ഒരാളൊന്ന് നബിയോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ അങ്ങ് മാ ബാലു റജ്ം, എന്താണ് നബിയെ ഈ റജ്മിന്റെ ആയത്ത് എന്താണ് എന്ന് നബി തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് ഉക്തുബ് ലി ആയത്ത് റജ്ം, ആ റജ്മിന്റെ ആയത്ത് അത് തങ്ങളൊന്ന് എഴുതി തരുമെന്ന് ചോദിച്ചു. ഖാല ലാ അസ്തതീഉ അൽആൻ, ഇപ്പോ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നസഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ആയത്ത് നിലവിലില്ല, പക്ഷെ അതിന്റെ നിയമം നിലവിലുണ്ട്. റളിയല്ലാഹു അൻഹു പറയാൻ ഫഖറഅനാഹ, ഞങ്ങളത് ഓതിയിട്ടുണ്ട്. വവഅയ്നാഹ, ഞങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. വറജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ റജ്മ ചെയ്തിട്ടുണ്ട്. വറജംനാ ബഅദഹു, ഞങ്ങളും ചെയ്തിട്ടുണ്ട്. റജ്മ നമ്മെ എറിഞ്ഞു കൊല്ലുക എന്ന ആ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ തങ്ങൾ പറയാണ്, നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ പിന്നീട് വരുമെന്നറിഞ്ഞതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കുറേ കാലങ്ങട്ട് കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോവുകയാണ്. ഒരാൾ ചോദിച്ചേക്കാം, അള്ളാന്റെ കിതാബിൽ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ഏത് ആയത്തിലാണ് ഉസ്താദേ എന്ന് ചോദിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു فيضلوا بترك فريضة قد أنزلها الله. അള്ളാഹു ഇറക്കിയ ഒരു നിയമം നടപ്പാക്കാതെ വഴിതെറ്റുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അത് പറഞ്ഞു فالرجم في كتاب الله حق على من زنى إذا أحصن من الرجال والنساء. പുരുഷന്മാരിലും സ്ത്രീകളിലും വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്ന നിയമം അള്ളാഹുവിന്റെ കിതാബിന്റെ നിയമമാണ്. ഇദാ ഖാമത്തിൽ ബയ്യിന, അവിടെ തെളിവുണ്ടായാൽ, അവിൽ ഹബിൽ അവർക്ക് ഗർഭമുണ്ടായാൽ, അവിൽ ഇഅ്തിറാഫു സ്വയം സമ്മതിച്ചാൽ. അഖ്റജാഹു ഫി സ്വഹീഹൈൻ, ഇമാമുന ബുഖാരി റഹിമഹുല്ലാ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലുമുള്ള ഹദീസാണിത്. നിനക്ക് ആൾക്കാർ പിന്നെ പറയും ഖുർആനിൽ കാണുന്നില്ലല്ലോ. അത് നിയമമുണ്ട്, പക്ഷേ അതിന്റെ ഖിറാഅത്ത് മൻസൂഖാൻ, ഖിറാഅത്ത് ക്യാൻസലാണ്, പക്ഷെ അതിന്റെ നിയമമുണ്ട്. ഇൻഷാ അല്ലാഹ് ചില ആയത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഏതൊക്കെ ആയത്തുകളാണ് വേറുള്ളത് അപ്പോൾ മനസ്സിലാക്കാം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലയെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പിന്നീട് ആളുകളുടെ ചോദ്യം വരാം. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ അയിമ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്, കുന്നാ നഖറഉ, ഞങ്ങൾ ഓതിയിട്ടുണ്ട്, അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമൂഹുമൽ ബറ ഫർജുമൂഹുമൽ ബത്തത. വിവാഹിതരായ ആൾ പുരുഷനും സ്ത്രീയും വിഭജിച്ചാൽ അവരെ മരിക്കുന്നതുവരെ എറിയണം എന്ന നിയമം ഞങ്ങൾ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞു, ذكرنا ذلك فينا عمر بن الخطاب رضي الله عنه. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന അശ്ഫീകും മിൻ ദാലിക്, ഞാൻ നിങ്ങൾക്ക് ഇതിന് ശിഫ തരാം. ഇതിങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതാണ്, ഇത് ഖുർആനിൽ നിസ്ഖ് ചെയ്യപ്പെട്ടതാണ്, പക്ഷേ നിയമം പ്രാബല്യത്തിലുണ്ട്.
ഇത്രയും കഠിനമായൊരു ശിക്ഷ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ഗുരുതരമായ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. പിശാച് ഉദ്ദേശിക്കുന്നത് അനാർക്കിയാണ്, ലോകത്ത് അരാജകത്വം ഉണ്ടാകണമെന്നാണ്. ഇന്ന് പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ ആണെന്നോ പെണ്ണെന്നോ ആങ്ങളെന്നോ പെങ്ങളെന്നോ ഉമ്മയെന്നോ ഇതൊന്നും വ്യത്യാസമില്ലാതെ മൃഗമായിട്ട് ജീവിക്കണം എന്ന് ശഠിക്കുന്നവരാണ്, അങ്ങനെ ജീവിക്കുന്നവരാണ്. അവിടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണ്. കുന്തും ഖൈറ ഉമ്മ, ദീൻ ലോകത്തിന്റെ മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിക്കാൻ വന്നവരാണ്. ഒന്നല്ലെങ്കിൽ മനുഷ്യരും മൃഗം തമ്മിൽ എന്താ ബന്ധം, എന്ത് വ്യത്യാസം? മനുഷ്യരും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ട് ജീവിക്കുക, സുഖിക്കുകയും ഭുഗിക്കുകയും ചെയ്ത് മാത്രമാണ് ജീവിതം എന്നാണ് ഇന്ന് പാശ്ചാത്യ സംസ്കാരം കൊണ്ട് അത് ലോകത്ത് പ്രചരിക്കുകയാണ്. അത് എല്ലാ മീഡിയകളിലും, എല്ലാ മീഡിയകളും ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഏറ്റവും വലിയ പാപം എന്താ? എല്ലാ മീഡിയകളിലും നമ്മൾ പരിശോധിച്ചാൽ കിട്ടുന്ന, അവർ ഫോക്കസ് ചെയ്യുന്ന വിഷയം എന്താണ്? സ്ത്രീ സൗന്ദര്യം അല്ലേ? അത് റിച്ചൻ അച്ചടിച്ചു വരുന്നതാകട്ടെ, അത് ഇന്റർനെറ്റുകളാകട്ടെ, TV ചാനലുകളാകട്ടെ, എന്തായാലും പരസ്യങ്ങളായാലും അല്ലെങ്കിലും ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയം സിനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക എന്നതാണ്. വ്യഭിചാരത്തെപ്പറ്റി ചിന്തിപ്പിക്കുക. ഒരു പെണ്ണിന്റെ സൗന്ദര്യം ലോകത്ത് കാണിച്ചു കൊടുത്ത് എന്താ അതിന്റെ ഉദ്ദേശം? എന്താ? ഇതാണ് ഇതിന്റെ ഉദ്ദേശം. മനുഷ്യന്റെ പ്രകൃതിപരമായ മനുഷ്യന്റെ ആ ഒരു വീക്ക്നെസ് ചൂഷണം ചെയ്യുക, അതിന്റെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക, എന്നിട്ട് അല്ലാഹുവിന്റെ നിയമത്തെ പരസ്യമായി ലംഘിക്കുക. അല്ലാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഈ ഗൗരവമുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തുടങ്ങിവെച്ചത്. ഇനി പറയുന്നുണ്ട്, വ്യഭിചരിക്കുന്ന ആളുകൾക്ക് വിവാഹം ചെയ്യാൻ യോജിച്ചത് വ്യഭിചരിക്കുന്ന പെണ്ണാണ്, അല്ലെങ്കിൽ മുശ്രിക്കത്തായ പെണ്ണാണ്. ഒരു വ്യഭിചാരി കല്യാണം കഴിക്കുന്നത് വ്യഭിചാരിയെ തന്നെയായിരിക്കും എന്ന് പറയുന്നൊരായത്ത് തൊട്ട് ശേഷം വരാൻ പോകുന്നുണ്ട്. എന്താണ് അതിന്റെ ആശയങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു വശങ്ങൾ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആവശ്യം വസ്ത്രവിധാനമാണ്. ഔറത്ത് ആണായാലും പെണ്ണായാലും ഔറത്ത് മറക്കണം. ഔറത്ത് അല്ലാഹു തആല ഫർളാക്കിയ സംഗതിയാണ്, അത് ഒരു വിട്ടുവീഴ്ചയുമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപുക്കളിന്റെ ഇടയിൽ, മനുഷ്യന്റെ നമ്മുടെ വയറിന്റെ മുകൾ ഭാഗം മുതൽ നാഭിയുടെ മുകൾ ഭാഗം, പുക്കളിന്റെ മുകൾ ഭാഗം മുതൽ കാൽമുട്ട് വരെ ഫർളാൻ, അത് മറക്കൽ നിർബന്ധമാണ്. നിസ്കാരം ശരിയാവില്ല, അല്ലെങ്കിൽ ഇബാദത്ത് ശരിയാവില്ല. അത് കാണപ്പെടാനിടയായാൽ ഹറാമുമാണ്. ഭയങ്കര വിഷമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ തൊട്ട് മുമ്പിലുള്ള ആളുണ്ടാവും, അവരുടെയൊക്കെ ഇന്നർവെയറൊക്കെ കാണുന്ന രീതിയിൽ എന്തൊരു ആഭാസം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ പൊങ്ങാത്ത ട്രൗസറും പൊങ്ങാത്ത പാൻറ് ഇട്ടിട്ട് എന്തിനാണ് നിസ്കരിക്കാൻ വരുന്നത്? ഇത് ഇബാദത്താണ്. അതൊക്കെ ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ കീഞ്ഞ് ചാടാൻ പോകുന്ന രീതിയിലുള്ള സ്റ്റൈലിലൊക്കെ കുട്ടികളൊക്കെ പാൻസൊക്കെ ധരിക്കാറുണ്ട്. എന്തിനാണത്? ആരെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? നിസ്കാരമാണ്. നിസ്കാരത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമ്മൾ ട്രൗസർ, നമ്മുടെ പാൻസ് പുക്കളിന്റെ മുകളിൽ എടുത്താലേ നിസ്കാരം ശരിയാവുള്ളൂ. എപ്പോ നമ്മൾ ഒരു ഷർട്ട് മാത്രം, ഒരു ബനിയനും ഇട്ടിട്ടില്ല ഉള്ളിൽ, നമ്മുടെ ഈ തോള് മുതൽ താഴോട്ടിറങ്ങുന്ന വസ്ത്രം ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രമാണെങ്കിൽ അതിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ട്രൗസർ പുക്കിന്റെ താഴെയും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഷർട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ, ഇതിന്റെ ടോപ്പ് ബട്ടൺ നമ്മൾ ഇടുന്നില്ല, അതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിലൂടെ നിൽക്കുന്ന ഒരു ഷർട്ടാണ്, അതിന്റെ ഉള്ളിൽ ഒരു വലിയ ഒന്നുമില്ല, നമ്മൾ ട്രൗസർ ആണെങ്കിലോ പാൻസ് എടുത്തതാണെങ്കിലോ പുക്കലിന്റെ താഴെയുമാണ്, നിസ്കാരം സ്വഹീഹാവില്ല. നമുക്കൊക്കെ അറിയുന്ന മസലല്ലേ. ബാക്ക്, നമ്മുടെ പുക്കളിന്റെ ഭാഗം മറക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ബാക്ക് ഭാഗം ഒക്കെ അതിൽ പെട്ടു. അതിൽ അങ്ങോട്ട് ട്രൗസർ താഴെ പൊങ്ങുക ചെയ്താൽ ആ ഔറത്ത് ഒരൽപ്പം കാണപ്പെട്ട നിസ്കാരം ബാത്തിലായില്ലേ? ഔറത്തിന്റെ വിഷയം അങ്ങനെയല്ലേ, ഒരൽപ്പം ഔറത്ത് നീങ്ങിയാൽ നിസ്കാരം ബാത്തിലായി. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും അങ്ങനെയാ, പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ ഗൗരവം, ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ നൂർ അത് തന്നെയാണ് വരാൻ പോകുന്ന നിയമങ്ങൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പഠിക്കേണ്ട ഒരു സൂറയാണ്. ഇത് പഠിക്കുമ്പോഴേ നമ്മൾ ദീന് പഠിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാ ശഫ വവസഫ മാ യസിഫു വയശിഫു
പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരുഷനും അങ്ങനെയാണ്. ശരീരത്തിന്റെ ആകാരം എടുത്തു കാണിക്കുന്ന ശരീരം, വളരെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ. മാ യശിഫ് എന്ന് പറഞ്ഞ വളരെ ട്രാൻസ്പാരന്റ്, തീരെ ഇതില്ല. തൊലിയുടെ നിറം കാണിക്കുന്ന വസ്ത്രം ധരിഞ്ഞ പെണ്ണുങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇവര് വസ്ത്രമില്ലാതെ നടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവര് വസ്ത്രമുണ്ട്, പക്ഷെ തൊലിയുടെ നിറമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് അവരതൊന്നും ഉദ്ദേശിക്കുന്നത്? മാ യസിഫു വ യശിഫു ഹറാമാണ്. നമ്മൾ പറഞ്ഞിട്ടുകൊണ്ടൊന്നും എന്തായില്ല, നമ്മൾ ഒക്കെ ശരിയായി. അല്ലെങ്കിൽ ശരീരം മുഴുവനും മറച്ചിരുന്ന ഒരു മുടി പോലും പുറത്ത് കാണുന്നില്ല, പക്ഷെ ഉള്ള വസ്ത്രത്തിന്റെ രീതികൾ അങ്ങനെയൊക്കെയാണ്. പിശാച് മനുഷ്യന് ഉദ്ദേശിക്കുന്ന വിഷയം ഇതാണ്. വ്യഭിചാരത്തിലേക്ക് എങ്ങാനും എത്തിപ്പെടാനുള്ള വഴികൾ എവിടൊക്കെയുണ്ടോ ആ വഴികളിലൂടെയൊക്കെ പിശാചുണ്ട്. അതാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അത്തർ പൂശിക്കൊണ്ട്, സെന്റ് പൂശിക്കൊണ്ട്, സുഗന്ധം പൂശിയൊരു പെണ്ണ് നടന്നാൽ അവരുടെ പിന്നിൽ പിശാചിന്റെ പട നടക്കുന്നുണ്ടെന്നും അവളിലൂടെ വ്യഭിചാരത്തിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ ചിന്തിപ്പിക്കാൻ പിശാചിന്റെ ഒരു സംഘം പുറപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, 2 വിഭാഗം സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ 2 വിഭാഗം, ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഹുമാ ഫിന്നാർ, നരകത്തിലേക്ക് പോകുന്ന 2 വിഭാഗം. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ, പശുവിന്റെ ഒക്കെ വാലുപോലെ ചാട്ടവാറുള്ള ഒരു വിഭാഗം ആളുകൾ. യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കുന്നവർ. ഹദീസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ആലിമീങ്ങൾ പറഞ്ഞു. ചില പിൻകാലത്തൊക്കെ വന്ന ചില നിയമപാലകന്മാർ, ആളുകളെ ചാട്ടവാർ കൊണ്ട് അടിച്ചിരുന്നവർ, ആളുകളെ പ്രഹരിച്ചിരുന്ന നിയമപാലകന്മാർ, അതാണതുകൊണ്ട് ഉദ്ദേശം. അങ്ങനത്തെ ഭരണാധികാരികൾ, അങ്ങനത്തെ പട്ടാളക്കാർ, ജനങ്ങളെ അടിക്കുന്നവർ അല്ലാഹു സമ്മതിക്കൂല. അല്ലാഹു അവരെ പൊരുത്തപ്പെടില്ല, അവർ നരകത്തിലാണ്. പിന്നെ പറഞ്ഞ വിഭാഗം തങ്ങൾ പറഞ്ഞു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ കാലശേഷം വരാൻ പോകുന്നവർ. നിസാഉൻ, ചില പെണ്ണുങ്ങൾ. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷെ അവർക്ക് വസ്ത്രമില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ വസ്ത്രമില്ല. മായിലാത്തുൻ, മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവർ. മുമീലാത്തുൻ, അവരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നബി തങ്ങളുടെ യാ നിസാ അൻ നബി, നബിയുടെ ഭാര്യമാരെ എന്ന് ഖുർആൻ വിളിച്ചപ്പോൾ നബി തങ്ങളുടെ ഉമ്മ, നബി തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞുവല്ലോ, നിങ്ങളോട് ആരെങ്കിലും നബി തങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരാൾ തങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ തങ്ങൾ അവിടെ ഇല്ലാതിരിക്കെ നിങ്ങൾക്കതിന് മറുപടി പറയേണ്ട അവസ്ഥ വന്നാൽ, ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്, മൊബൈലിലാകാം, ഫോണിലാകാം, അല്ലാതെയാകാം, ലൈവായിട്ടാകാം, നിങ്ങൾ വസ്ത്രത്തിൽ, നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ വല്ലാതെ മയപ്പെടുത്തിയൊന്നും സംസാരിക്കരുത് കേട്ടോ. എന്തേ കാരണം? ഖൽബിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ രോഗമുള്ള ആൾ നിങ്ങളിൽ ആകൃഷ്ടരാകാം. അങ്ങനെയാണ് മനുഷ്യൻ വളരെ ദഈഫാണെന്ന് പറഞ്ഞാൽ ഖുലിഖൽ ഇൻസാനു ദഈഫ. നമ്മൾ വലിയ എഴുമുണ്ട്, ബോധം നിസ്കരിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. ഒരവസരം, ഗിവൺ എ ചാൻസ്, നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഭയങ്കര ഈമാൻ തന്നെ വേണം അവിടെ രക്ഷപ്പെടാൻ. ഒരു പെണ്ണൊരു ഫോൺ ചെയ്ത്, ഒരു അറിയാതെ ഫോൺ കോൾ ചെന്ന് തുടങ്ങിയിട്ടാകെ പിന്നെ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകുന്നത്. എത്ര സംഭവങ്ങൾ, എത്ര ചെറുപ്പക്കാരനാണ് നശിച്ചു പോകുന്നത്. അല്ലാഹ് പറയാണ്, നിങ്ങൾ ശബ്ദം മയപ്പെടുത്തി പറയല്ലേ. എന്ത്? ഹൃദയത്തിന് രോഗമുള്ള ആള് വേറെ നിലക്കതിനെ ചിന്തിക്കും. അതുകൊണ്ട് പരുക്ക സ്വഭാവത്തിൽ, പരുക്കൻ ശബ്ദത്തിലെ മറുപടി പറയാവൂ. നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ, ഇത് അല്ലാഹുവിന്റെ നിയമം. എന്താ നമ്മൾ കാണിക്കുന്നത്? പരമാവധി കൊഞ്ചിക്കൊഴയ. എന്തിന്? ഒരു അസുഖം ഇല്ലാത്തവന്റെ കൽബിൽ അസുഖം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നോട് ആഗ്രഹം തോന്നണം, പിന്നെ വിളിക്കണം. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഈ റേഡിയോക്കാരോടൊക്കെ സംസാരിക്കുന്ന, അവർ സ്വന്തം ഭർത്താക്കന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ല. സ്വന്തം ഭർത്താവിനോട് ഇത്തരം എന്താ കൊഞ്ചലും വർത്താനങ്ങൾ, എന്താ സുഖല്ലേ, പിന്നെന്താ വർത്താനങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങൾ വേദന തോന്നും. മുസ്ലിം പേരുകൾ, മുസ്ലിമീങ്ങളായ നമ്മുടെ അബുദാബിയിൽ നിന്ന് ദുബൈയിൽ നിന്നൊക്കെ പോണ കോള്, ഷാർജയിൽ നിന്നൊക്കെ, ദുബൈയിൽ തന്നെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. നമ്മളെ പെണ്ണുങ്ങളാണ്. ഭർത്താക്കന്മാർ ജോലിക്ക് പോയിട്ട് പണിയൊന്നുമില്ല, പിന്നെ റേഡിയോ ഒക്കെ ആള് പ്രശസ്തിയാവാൻ പോവുകയാണല്ലോ എന്നാ അവർ വിചാരിക്കണത്. എന്നിട്ട് ഇവരോട് എന്തിന്? അള്ളാഹ് പറഞ്ഞു, അസുഖമുള്ളവന് അസുഖം നിങ്ങൾ ഉണ്ടാക്കല്ലേ.
നമ്മൾ പെണ്ണുങ്ങൾ അസുഖമില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, എന്നിട്ട് ശബ്ദം കൊണ്ട് ഉഷാറാക്കിയിട്ട് കുഞ്ചിക്കുവാൻ. ഇത് പറയല്ലേ, അള്ളാഹുവിന്റെ നിയമം നോക്കണം. മാഇലാത്തുൻ മുമീലാത്ത് അല്ല പറയാ, അള്ളാഹുവിന്റെ റസൂൽ പറയാ, നരകത്തിലാണ് അവര്. മാഇലാത്തുൻ കൊഞ്ചിക്കുഴയുന്നവരാണ്, മുമീലാത്ത് പുരുഷന്മാരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, വിശദീകരിക്കപ്പെടേണ്ട ഒരു വലിയൊരു ഹദീസാണിത്. അന്യ ആളുകൾക്ക് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സ്നേഹം കാണിക്കേണ്ടവളാ പെണ്ണ്, ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞിറങ്ങേണ്ടവളാ പെണ്ണ്. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ആ കിച്ചണിൽ ഉപയോഗിച്ച അതേ വസ്ത്രവും അത് നാറുന്നതും നാറാത്തതും വൃത്തിയുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയും. പുറത്തിറങ്ങണമെങ്കിൽ പിന്നെ എന്താ ഉഷാറ് പടച്ചോനെ, അവിടെ എന്തെല്ലാം ക്രീമുകൾ, എന്തെല്ലാം ലോഷൻസ്, എന്തെല്ലാം. സുബ്ഹാനല്ലാഹ്, ആർക്കാ ഈ പറഞ്ഞതിനർത്ഥം? സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് പറ, ഇങ്ങൾക്കൊന്നുമല്ല ഞാൻ വേറെ ആർക്കോ വേണ്ടി അള്ള വരച്ചതാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? പുറത്തിറങ്ങുമ്പോ അവരുടെ അത് വീട്ടിന്റെ ഉള്ളിലെ നിന്റെ ഭർത്താവിനെ ഹലാലാക്കിയതും നിന്റെ ഭർത്താവിന്റെ സൗന്ദര്യം നിനക്കാസ്വദിക്കാനുള്ളതും അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നതാണ്. അതൊന്നുമല്ല വേണ്ടത്, പുറത്തു മതി, അകത്ത് വേണ്ട. മുമീലാത്ത്, ബാക്കിയുള്ള ആളുകളൊക്കെ എന്നോട് നോക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. അങ്ങനെ ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ വലാ യദ്രിബന ബിഖുമുരി വലാ യദ്രിബന ബിഅർജുലിഹിന്ന വരാൻ പോകുന്നുണ്ട്. ഈ സൂറത്തുൽ നൂറിലാണ് ഈ ആയത്ത്. കാല് ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കരുത്, കാല് കുത്തി ഇങ്ങനെ നടക്കരുത്. ചില ഹീലുള്ള ചെറുപ്പക്കെട്ടവരും സൗണ്ട് ഒരു പെണ്ണ് വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് ബദീഹിയായ ഇൽമായി മാറിയിട്ടുണ്ട്. വേറെ തെളിവൊന്നും വേണ്ട, ആ ശബ്ദം അതൊരു പെണ്ണാണ്. അങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കി വരല്ലേ. ലിതുഖ്ഫീന, നിങ്ങൾ മറച്ചു വെക്കുന്ന സൗന്ദര്യം പുറത്തു വരാൻ കാല് ശബ്ദം ഉണ്ടാക്കിയിട്ട് നടക്കല്ലേ. വളരെ എന്താ ഇസ്ലാമിന്റെ മോഡസ്റ്റി. മാഇലാത്തുൽ മുമീൽ. പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, കുറച്ചോനെ നമ്മളീ കാണുന്ന ഈ ലോകത്തെ പെണ്ണുങ്ങളെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. റൂസുഹുന്ന, ഇനി അവരുടെ ഹെയർ സ്റ്റൈലാണ് ഇവരെന്ന് പറയുന്നത്. അവരുടെ ഹെയർ സ്റ്റൈൽ കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ ഹമ്പ് അല്ലെ, പൊങ്ങി നിൽക്കുന്ന ഒട്ടകത്തിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഹമ്പ്. ഈ മുടിക്കെട്ട് ഒരു ഹമ്പാണ്. മുടിക്കെട്ട് മുകളിലേക്ക് പൊക്കി വെക്കുന്ന ഒരു സ്റ്റൈല് വരും. നടക്കുമ്പോ ആ മുടിക്കെട്ട് ഇങ്ങനെ ആടും, ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ. അങ്ങനെ നടക്കുന്ന ഒരു സമൂഹം, ആ പെണ്ണുങ്ങൾ ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കില്ല. വലാ യജിദന റീഹഹാ, ആ പരിശുദ്ധ ലോകത്തിന്റെ മണം പോലും അല്ലാഹു അവർക്ക് അടുപ്പിക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഹെയർ സ്റ്റൈലാണ്. ഇപ്പോ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയാം, ചില പെണ്ണുങ്ങളൊക്കെ ചില യോഗത്തിന്റെ ഒക്കെ കപ്പൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാവും. ഞാൻ കേട്ടത് ഉണ്ടോ, അതൊരു എക്സാഗ്രേ അല്ല. ശരിക്ക് പാലിന്റെ റൗണ്ടല്ല ബോട്ടിലൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട് മുടിന്റെ ഇടയിൽ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഹദീസാണ് ഈ പറയുന്നത്. ഭയങ്കര പേടിയാണ് കാണുമ്പോ. ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പൊ തുടങ്ങിയതാണ്. അറബ് ലോകത്തുണ്ട്, അറബ് പെണ്ണുങ്ങളിലുണ്ട്. അത് കണ്ട് നമ്മൾ പെണ്ണുങ്ങൾ കോപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റൈൽ വരാൻ പോവാണ്. എന്താണ് നിബിധങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള മുടിക്കെട്ട് വരും, അതിങ്ങനെ ആടിയുലയും, നടക്കുമ്പോ അങ്ങനെ ആടിപ്പോകും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഉമ്മത്തിൽ വരും. അവർ നരകത്തിലേക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില പല വിഷയങ്ങളും നമ്മൾ കാണുന്നതൊക്കെ ശരിയാണ് എന്ന് വെക്കരുത്. അത് ശരീഅത്തിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അച്ചടക്കമുള്ള സമൂഹമാക്കി നമ്മുടെ പുരുഷന്മാരെയും നമ്മുടെ പെണ്ണുങ്ങളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സ്വലാഹിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മൾ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അല്ലാഹുവേ
നിന്റെ പരിശുദ്ധ കലാമ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വാലിഹായ അമലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ സദസ്സിൽ കൂടിയ ഓരോരുത്തരും എന്തെല്ലാം ഉദ്ദേശങ്ങളാണോ മനസ്സിലേക്ക് കരുതിയിട്ടുള്ളത് അള്ളാഹുവെ ആ വിഷയങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവിന്റെ ക്ലാസ്സിൽ വരാറുള്ള ഒരു സഹോദരൻ വിവാഹാവശ്യത്തിൽ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹുവെ അദ്ദേഹത്തിന്റെ നിക്കാഹ് റാഹത്തിലും സന്തോഷത്തിലും നടത്തി കൊടുക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഒരുപാട് രോഗികൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ ശിഫ നൽകണേ റബ്ബേ. ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തർക്കും എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ഒക്കെ ശിഫയാക്കി തരണം പടച്ചവനെ. അള്ളാഹുവെ മാരകമായ രോഗത്തിന്റെ ഒരു സിംറ്റവും നിങ്ങൾക്ക് വരാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹുവെ മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തിന്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മനസ്സിന്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്വകാര്യതയും കരസ്ഥവും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഒറ്റക്കായാലും ആൾക്കൂട്ടത്തിലായാലും ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. നിന്നെ ഭയപ്പെടുന്നവരാക്കണേ റബ്ബേ. അള്ളാഹുവെ തിന്മയുടെ അവസരങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. അത്തരം ഘട്ടങ്ങളിൽ എത്തിപ്പെട്ടാൽ പോലും അള്ളാഹുവെ നിന്റെ മഹലായ ഹിമായത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. നിന്റെ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയൊരു അപകടത്തിൽ നിന്ന് കാക്കുന്നവനാണ് പടച്ചവനെ. ഞങ്ങളൊക്കെ കാക്കണേ റബ്ബേ. ഈ സമൂഹത്തിലെ ഉമ്മത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈമാൻ അള്ളാഹുവെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ ഈമാൻ പരിപോഷിപ്പിച്ചു തരണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. നിന്റെ ഹബീബിനെ കുറിച്ചുള്ള അവിടുത്തെ റിസാലത്തിന്റെ തസ്ദീഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ വിശ്വാസത്തിന് അഖീദയെ ബാധിക്കുന്ന എല്ലാ അപകടങ്ങളും കാക്കണേ റബ്ബേ. ശക്കുകളിൽ നിന്ന് റീബത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. നമുക്ക് യഖീന് നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങൾ ഇൽമ കുറഞ്ഞവരാണ് റബ്ബേ. ഞങ്ങൾക്ക് ഇൽമ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങൾ കേട്ടതും അറിഞ്ഞതുമായ ഇൽമ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തരണേ റഹ്മാനെ. നിന്റെ നിയമങ്ങളും നിന്റെ അഹ്കാമുകളും കേൾക്കുമ്പോൾ അത് തത്ബീഖ് ചെയ്യാൻ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ കൊച്ചുമക്കളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ചെറിയ മക്കളെ കാക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ വലിയവരായ മക്കളെ കാക്കണേ റബ്ബേ. സ്കൂളിലേക്കും കോളേജിലേക്കും പഠിക്കാൻ പോകുന്ന മക്കളെ ആഫത്തുകളിലും ഫിത്നയിലും വരാതെ കാക്കണേ അല്ലാഹ്. അല്ലാഹു സമൂഹത്തിലെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കാക്കണേ റബ്ബേ. അല്ലാഹുവേ പിശാചിന്റെ ആളുകളാകാതെ കാക്കണേ റബ്ബേ. വിചാരത്തിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. തിന്മയിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ. മദ്യപാനികളായി പോകാതെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ 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 ഖംറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹു സർവ്വസാധാരണമായി മാറുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അല്ലാഹുവേ ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ. റഹ്മുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഒരുപാട് കടബാധ്യതയുള്ളവരാണ് റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ വിട്ടിത്തരണേ റബ്ബേ. അല്ലാഹുവേ കടം വീട്ടാതെ മരിച്ചാൽ അതിന്റെ പകരം അമലെന്ന് കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ കയ്യിലില്ല പടച്ചവനെ അമലുകൾ. അല്ലാഹു ഞങ്ങളുടെ കടം വീടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ വീട് വെച്ച് പ്രയാസത്തിലുള്ള ആളുകളുടെ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. കടം വന്നവരുണ്ട് നീ സഹായിക്കണേ പടച്ചവനെ. വിവാഹിതരാകാൻ പോകുന്ന പെൺമക്കളും സഹോദരിമാരുള്ളവരുണ്ട് റബ്ബേ. അവർക്ക് യോജിച്ച സ്വാലിഹീങ്ങളായ ഇണകളെ കൊടുക്കണേ റബ്ബേ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു കല്യാണം കഴിഞ്ഞവരായ ആളുകൾ അവരുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹം നിലനിർത്തണേ റബ്ബേ. കുടുംബങ്ങളിൽ സ്നേഹം നിലനിർത്തണേ റബ്ബേ. പിണക്കവും അസാരസ്യങ്ങളുമില്ലാതെ നല്ല അടുപ്പമുള്ള സ്നേഹമുള്ള സൗഹൃദമുള്ള കുടുംബമാക്കണേ റബ്ബേ. കുടുംബ പ്രശ്നങ്ങളാൽ ഭാര്യ മക്കളാലുള്ള പ്രയാസങ്ങളാൽ മനം കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട് റബ്ബേ. ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ. അല്ലാഹുവേ പ്രയാസങ്ങൾ നീക്കണേ പടച്ചവനെ. അല്ലാഹുവേ മക്കളെയും കുടുംബത്തെ നാട്ടിലാക്കി വിദേശത്തിൽ ദൂരത്ത് വന്ന് നിന്ന് അല്ലാഹുവേ എവിടുത്തെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ കരയാനല്ലാതെ ഒന്നും കഴിയാത്ത ആളുകളാണ് റബ്ബേ. അല്ലാഹുവേ ഒരു ആഫത്തും മുസീബത്തും ബലാവും വരാതെ കാക്കണേ റബ്ബേ. റഹ്മുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഇൽമിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് നാളെ റിഫഅത്തിന്റെയും ഞങ്ങൾക്ക് നാളെ അജ്ർ സവാബ് കിട്ടാനും കാരണമാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ റബ്ബേ, ഈമാൻ തരണേ റബ്ബേ. മരിക്കുമ്പോൾ കലിമ ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഓർമ്മിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹു നിനക്ക് പൊരുത്തമുള്ള മരണമാക്കി തരണേ റബ്ബേ. നീ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിന്റെ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം താ റബ്ബേ. നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ അവിടത്തേക്ക് ഇതിന് സിയാറത്ത് ചെയ്യാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമുള്ള ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹു ഒരുപാട് സംഘം ആളുകൾ ഇന്ന് ഉംറ കഴിഞ്ഞെത്തി. അല്ലാഹുവേ അവരുടെ യാത്രയും ഉംറയും
കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ നീ കബൂലാക്കി കൊടുക്കുക റബ്ബേ. അല്ലാഹുവേ, ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാ വഴികളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹു, ദുനിയാവിൽ നിന്റെ ഭൂമി നീ ഇഷ്ടപ്പെട്ടിടത്തേക്കല്ലാതെ എങ്ങോട്ടാണ് റബ്ബേ ചെല്ലുക? അല്ലാഹു, എവിടങ്ങളിൽ വീണ്ടും വീണ്ടും ചെല്ലാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങൾക്ക് അർഹരാക്കി തരണേ റബ്ബേ. അവിടുത്തെ റൗളയിൽ ചെന്ന അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, സലാമു അലൈക യാ സയ്യിദി അബൂബക്കർ, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി ഉമർ എന്ന് പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. ഒരുപാട് തവണ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹു, ഹബീബ് ചുണ്ടോട് ചേർത്ത് വെച്ച ഒരേ ഒരു സാധനം ഇന്ന് ലോകത്ത് ബാക്കിയുള്ളത് ഹജറുൽ അസ്വദാണ്. അത് മുത്താനുള്ള ഭാഗ്യം, അതിന്റെ സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണേ പടച്ചവനെ. അല്ലാഹു, നിന്റെ പരിശുദ്ധ ഭൂമിയിൽ ചെല്ലുന്ന സ്കാരങ്ങൾക്കും ഇബാദത്തിനും ഇരട്ടി കൂലിയാണ്. അല്ലാഹു, എവിടങ്ങളിൽ പല പ്രാവശ്യം എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലും പരിസരത്തും കുടുംബങ്ങളിലും ഒക്കെ എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളുടെയും പ്രയാസങ്ങൾ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ നിന്റെ ഖുർആൻ ദർസിന്റെ ഹഖ് കൊണ്ട് ഉയർത്തി കൊടുക്കണേ പടച്ചവനെ, ദൂരത്താക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസമുള്ളവർക്കും ആശ്വാസം നൽകണേ റബ്ബേ. ഈ സദസ്സിൽ ആരെല്ലാം എന്തെല്ലാം നിയ്യത്തുകൾ ഈ നേരത്തെ നിന്നിലേക്ക് ഉയർത്തുന്നുണ്ടോ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. എന്തെല്ലാം പ്രയാസങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്നുണ്ടോ പ്രയാസങ്ങൾ നീക്കിത്തരണേ പടച്ചവനെ. അല്ലാഹു, നാളെ ഖബറിലും നാളെ മഹ്ശറിലും ഹിസാബിലും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. നിന്റെ നരകത്തിലേക്ക് ചാടാതെ കാക്കണേ പടച്ചവനെ. നിന്റെ നരകത്തിലേക്ക് ഞങ്ങൾ ശിക്ഷിക്കരുതേ അല്ലാഹ്. പടച്ചവനെ, നരകശിക്ഷയിലേക്ക് അർഹരാക്കുന്ന ഒരു തിന്മയും ചെയ്യാതെ കാക്കണേ റബ്ബേ. തിന്മകളും പാപങ്ങളും വന്നു പോകുമ്പോൾ ഉടനടി തൗബ ചെയ്യാനുള്ള തൗഫീഖ് തരണേ പടച്ചവനെ. ഞങ്ങളുടെ പശ്ചാത്താപങ്ങളൊക്കെ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ മുമ്പിലൊന്ന് കരയാനുള്ള ഭാഗ്യം താ റബ്ബേ. നിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാനുള്ള ഭാഗ്യം തരണം പടച്ചവനെ. അങ്ങനെ പശ്ചാത്തപിച്ച് കൽബ് ശുദ്ധിയാക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ. ഒരുപാട് തെറ്റ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരികൾ, ദീനുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ ഒരു വേള ഈ ദീനിന്റെ മധുരമറിയാൻ ഭാഗ്യം കൊടുക്കു റബ്ബേ. ഒരു വേള നിന്റെ റഹ്മത്ത് അറിയാനുള്ള ഭാഗ്യം കൊടുക്കു റബ്ബേ. ഒരു വേള നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ് കൊടുക്കു പടച്ചവനെ. മരണത്തിന് മുമ്പ് ഹിദായത്തിന്റെ വഴി അവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ അത് നിലനിർത്തി തരണേ പടച്ചവനെ. ഹിദായത്തിലാക്കി തരണേ റബ്ബേ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ